രേഖയുടെ മുറിയിലേക്ക് സാന്ദ്ര ജ്യൂസുമായി വരികയാണ്. സാന്ദ്ര കരുതുകയാണ്, ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല, ഈ അവസരം വേണം മുതലെടുക്കാൻ. എക്സ്ക്യൂസ് മീ മാം, മേ കമിൻ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ രേഖ ചോദിക്കുകയാണ്, താനോ? സോറി മാം, ഞാൻ വന്നത് മാഡത്തിന് ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ? താൻ ഇങ്ങോട്ട് വന്നതിന് എനിക്കെന്തിനാണ് ഡിസ്റ്റർബൻസ്? അല്ല, ഇതെന്താ കയ്യില്? ജ്യൂസ് മാഡത്തിനാണ്. എനിക്കോ? യെസ് മാം, മാഡം നല്ല ഫ്രസ്ട്രേഷനിലാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ റിലാക്സ് ചെയ്യാൻ ഒരു ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഓ മൈ ഗോഡ്, തന്റെ ഒബ്സർവേഷൻ ഭയങ്കരമാണല്ലോ. ഇങ്ങനെ ഫ്രീ അഡ്വൈസ് തരാനാണോ ജ്യൂസുമായിട്ട് വന്നത്? സത്യത്തിൽ താൻ MBA ആയിരുന്നില്ല പഠിക്കേണ്ടിയിരുന്നത്, ഹോം സയൻസും ആയിരുന്നു എന്ന് ഞാൻ പറയും. താങ്ക് യു മാം എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് എടുത്തോളൂ എന്ന് പറയുകയാണ് സാന്ദ്ര. അല്ല സാന്ദ്ര, തന്നെ ഞാൻ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടും എനിക്കെന്താ എന്നോട് ദേഷ്യം വരാത്തത്? സാന്ദ്ര മനസ്സിൽ പറയുകയാണ്, ദേഷ്യം വരുന്നില്ലെന്നോ? അവസരം വരട്ടെടി ഭദ്രകാളി, ഞാൻ തന്നെ തീർത്തു തരാം നിന്റെ ഈ അഹങ്കാരമെല്ലാം. നോ മാം, എനിക്ക് ദേഷ്യം വരില്ല. നോ വൈ? ജസ്റ്റ് ബിക്കോസ് മാഡം ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ അപ്പോൾ പോലും മാഡത്തിന്റെ മനസ്സ് ശുദ്ധമാണെന്ന് എനിക്കറിയാം. എല്ലാം വെട്ടി തുറന്ന് പറയുമെന്നേ ഉള്ളൂ, പക്ഷെ മാഡം പാവമാണ്. കോഴ്സ് ഞാനും അങ്ങനെ തന്നെയാണെന്ന് പറയാം. എല്ലാം വെട്ടി തുറന്ന് പറയുന്ന പ്രകൃതം. ഓ മൈ ഗോഡ്, വാട്ട് ആൻ ഒബ്സർവേഷൻ എന്ന് പറയുകയാണ് രേഖ. താങ്ക് യു സാന്ദ്ര, താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ. സാന്ദ്ര പറയുകയാണ്, യു ആർ വെൽക്കം മാം. ഇപ്പോൾ മാഡം അപ്സെറ്റ് ആയിട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ? അതിന്റെ റീസൺ എന്താണെന്ന് പറയേ, കേൾക്കട്ടെ. നേരത്തെ നടന്ന സാരി വിഷയം തന്നെ. മാഡത്തിന് ഇഷ്ടപ്പെട്ട സാരി ഗായത്രി അമ്മ ശ്രീലക്ഷ്മിക്ക് എടുത്തു കൊടുത്തു. അതാണ് മാഡത്തിനെ വല്ലാതെ ഹർട്ട് ചെയ്തത്. ഭാവിയിൽ തനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു എന്നൊരു തോന്നൽ. മാഡത്തിനെന്നല്ല, മാഡത്തിന്റെ സ്ഥാനത്ത് ആർക്കായാലും അത് ഹർട്ട് ചെയ്യും. ഈ ഞാനാണെങ്കിൽ പോലും. സത്യം പറഞ്ഞാൽ എനിക്ക് മാഡത്തിനോട് വല്ലാത്ത സിമ്പതി തോന്നുന്നുണ്ട് മാഡം. സാന്ദ്ര, താൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഐ എം സോറി, ഞാൻ വല്ലാതെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. തനിക്ക് മാത്രമേ എന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. താങ്ക് യു സാന്ദ്ര, താങ്ക് യു സോ മച്ച്. അത്രയും പറഞ്ഞ് പെട്ടെന്ന് ഭാവം മാറ്റി രേഖ പറയുകയാണ്, എന്ന് ഞാൻ പറയുമെന്ന് കരുതി അല്ലേ താൻ? എന്നാലേ തനിക്ക് ആള് മാറിപ്പോയി. ഇത് രേഖയാണ്, രേഖ. തന്റെ നാടകം എന്റെ അടുത്ത് ചെലവാകില്ല. എന്റെ MBA സ്റ്റാറ്റസ് ഒക്കെ വേറെ ആരോടെങ്കിലും പ്രയോഗിക്ക്. ഈ രേഖയുടെ അടുത്ത് ആ പരിപ്പ് വേവില്ല എന്നർത്ഥം. ഇതിന് താൻ ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. താൻ എന്താ കരുതിയത്, വെറും മൂന്നാംകിട നാടകം കളിച്ച് എന്നെയും ശ്രീലക്ഷ്മിയെയും അകറ്റാമെന്നോ? നോ മാഡം, നത്തിങ് ലൈക്ക് ദാറ്റ്. ഞാൻ വെറുതെ കാഷ്വൽ ആയിട്ട്. എന്ത് കാഷ്വൽ? താൻ പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിക്കാൻ വേറെ ആള് നോക്ക് സാന്ദ്ര. തന്റെ ഒബ്സർവേഷൻ വെച്ച് താൻ ഇനിയും ശ്രീലക്ഷ്മിയെ അളക്കാൻ താൻ 1-2 കൂടി MBA കൂടി എടുക്കേണ്ടി വരും, മനസ്സിലായോ? അതിനുശേഷം ഷെൽഫിൽ നിന്നും ഒരു സാരി എടുത്ത് രേഖ സാന്ദ്രയെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ദാ ഇത് ഏത് സാരിയാണെന്ന് തനിക്ക് മനസ്സിലായോ? രേഖ ഇഷ്ടപ്പെട്ട് രേഖ സെലക്ട് ചെയ്ത സാരി. ഇതിന്റെ കസ്റ്റോഡിയൻ ഞാൻ, എന്റെ സ്വന്തം. ഇതാരാണ് എന്റെ കയ്യിൽ കൊണ്ടു തന്നതെന്ന് അറിയാമോ തനിക്ക്? ശ്രീലക്ഷ്മി തന്നെ. അതിനുശേഷം ശ്രീലക്ഷ്മി തനിക്ക് സാരി കൊണ്ടു തന്ന കഥ പറയുകയാണ് രേഖ. സാരി കൊടുത്തിട്ട് ശ്രീലക്ഷ്മി പറയുകയാണ്, മേഡത്തിന് ഇഷ്ടപ്പെട്ട സാരി മേഡം തന്നെ എടുത്തോളൂ, എനിക്കിത് ആവശ്യമില്ല. പ്ലീസ് മേഡം, മേഡം ഇത് വാങ്ങണം. ഇതിന് തനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത സാരി താൻ എനിക്ക് കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? താൻ ഈ സാരി ഇഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ്, പക്ഷെ പെട്ടെന്ന് മദറിലോ തനിക്കെടുത്ത് തന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഇപ്പോൾ അത് കഴിഞ്ഞു, സാരമില്ല, ഈ സാരി താൻ തന്നെ ഉടുത്താൽ മതി. ഇല്ല മേഡം, മേഡം ഒരുപാട് ഇഷ്ടപ്പെട്ടതല്ലേ, ഞാൻ വേറെ സാരി സെലക്ട് ചെയ്തോളാം പ്ലീസ് എന്ന് പറയുകയാണ് ശ്രീലക്ഷ്മി. സാരമില്ല ശ്രീലക്ഷ്മി, എനിക്കിപ്പോ ദേഷ്യമൊന്നും ഇല്ല. അതല്ല മേഡം, വിലപിടിപ്പുള്ള വസ്തുക്കളെക്കാൾ ബന്ധങ്ങൾക്കാണ് ഞാൻ കൂടുതൽ വില കൽപ്പിക്കുന്നത്. മാഡം എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ്. ഈ സാരിയുടെ പേരിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം മുറിയാൻ പാടില്ല. ഇത് വാശിയോട് തരുന്നതല്ല, ഇഷ്ടത്തോടെ തരുന്നതാണ്. മാഡം ഇത് വാങ്ങണം പ്ലീസ്. ശ്രീലക്ഷ്മി, എനിക്ക് ചില സമയങ്ങളിൽ ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ അന്നേരം അവിടെ നിന്നും ദേഷ്യപ്പെട്ട് വന്നത്. ഐ എം സോറി ശ്രീലക്ഷ്മി. അയ്യോ മാഡം, എന്തിനാണ് എന്നോട് സോറി പറയുന്നത്? ചേച്ചി അനിയത്തിയോട് നിസ്സാര കാര്യങ്ങൾക്ക് സോറി പറയാൻ പാടില്ല. ശ്രീലക്ഷ്മി എന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണ് രേഖ. അതെ മാഡം, മാഡം ഈ സാരി വാങ്ങണം പ്ലീസ്, ഇത് മാഡത്തിനാണ് ചേരുന്നത്. അതിനുശേഷം സാരി ശ്രീലക്ഷ്മി രേഖയ്ക്ക് കൊടുക്കുകയാണ്. താങ്ക് യു സോ മച്ച് ശ്രീലക്ഷ്മി, ഐ ലവ് യുവർ ആറ്റിറ്റ്യൂഡ്. താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞിട്ട് രേഖ ശ്രീലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത്രയും കേട്ടപ്പോൾ സാന്ദ്രയുടെ മുഖം മാറുകയാണ്. ഇപ്പോ മനസ്സിലായില്ലേ, അതാണ് ശ്രീലക്ഷ്മി, എ റിയൽ ഹ്യൂമൻ ബീയിങ്. കുട്ടിയെ കുറിച്ച് താൻ ഇനിയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറയും. പക്ഷെ സാന്ദ്ര മാഡം അങ്ങനെയല്ല. എന്റെ മനസ്സ് എന്തുമാത്രം ജീർണിച്ചതാണെന്ന് മനസ്സിലാക്കാൻ തങ്കലയ്ക്ക് മീൻ പിടിക്കുന്ന ഈ ഒരൊറ്റ കാര്യം മാത്രം മതി. ഏതായാലും ഇനിയും ഇതുപോലുള്ള ചീപ്പ് പദ്ധതികളുമായി എന്റെ അടുത്ത് വരാതെ യു ക്യാൻ ഗോ നൗ എന്ന് പറയുമ്പോൾ സാന്ദ്ര പോകാൻ തുടങ്ങുന്നു. അന്നേരം രേഖ പറയുകയാണ്, ഒരു മിനിറ്റ്. അതിനുശേഷം രേഖ ജ്യൂസ് കുടിച്ചിട്ട് ട്രെയിൽ വെച്ചിട്ട് സാന്ദ്രയോട് പറയുകയാണ്, ദയവ് ചെയ്ത് ഇതുപോലുള്ള ജ്യൂസ് ഉണ്ടാക്കി ഇവിടത്തെ സെർവന്റിന്റെ പണി കൂടി കളയരുത്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ അവരെ വിളിച്ചോളാം ഞാൻ. സർവീസസ് നോട്ട് നീഡഡ് ഹിയർ. അത് കേട്ട് ലജ്ജയോടെ അവിടെ നിന്നും പോവുകയാണ് സാന്ദ്ര.
പിന്നീട് കാണിക്കുന്നത് ഉറങ്ങുന്ന ശ്രീലക്ഷ്മിയാണ്. അന്നേരം ശ്രീലക്ഷ്മിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. രവിവർമ്മനാണ് ഫോൺ വിളിക്കുന്നത്. ഫോൺ എടുത്ത ശേഷം ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്, ഹലോ സാർ, എന്തായി രാത്രി വിളിച്ചത്? അത് കൊള്ളാം, എന്തിനാണ് വിളിച്ചതെന്നോ? വീട്ടിലെത്തിയാൽ ഞങ്ങൾ വീട്ടിലെത്തിയെന്ന് വിളിച്ചു പറയേണ്ടത് സാമാന്യ മര്യാദയാണ്. സോറി സാർ, ഞങ്ങൾ വീട്ടിലെത്തി. അത് ശരി, ഞാൻ അങ്ങോട്ട് വിളിച്ചത് കൊണ്ട് താൻ പറഞ്ഞു യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, തന്റെ മുഖത്തെ ചമ്മൽ എനിക്ക് ഇവിടെ കാണാം. അത് പോട്ടെ, സാരമില്ല. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് തനിക്കും തന്റെ വീട്ടുകാർക്കും ഞങ്ങളുടെ വീട്ടുകാരെയൊക്കെ ഇഷ്ടപ്പെട്ടോ? അതിനാദ്യമായിട്ടല്ലല്ലോ സാർ അവരെയൊക്കെ കാണുന്നത്. എല്ലാവരെയും വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ അനിയത്തിക്കുട്ടിയോ, അവളുടെ കാര്യം എന്തു പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് രവിവർമ്മൻ. അതെന്താ രേഖ മേഡത്തിന്റെ കാര്യം പ്രത്യേകം ചോദിക്കുന്നത്? അതൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരുമാണല്ലോ ഇനി ഈ വീട്ടിലെ താരങ്ങൾ, അതുകൊണ്ട് ചോദിച്ചാണ്. എന്താ സാർ, ഞാൻ ഇവിടെ വന്നിട്ട് രേഖ മേഡവുമായിട്ട് പിണങ്ങുമെന്നാണോ? എന്നാൽ സാർ നോക്കിക്കോ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. എനിക്കിവിടെ കൃഷ്ണ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും അവിടെ രേഖ മേഡവും. പിന്നീട് രവിവർമ്മൻ പറയുകയാണ്, എന്തെങ്കിലുമൊക്കെ സംസാരിക്കടോ. ലക്ഷ്മി പറയുകയാണ്, ഇന്ന് അവിടെ അച്ഛൻ സാറിന്റെ പേഴ്സണൽ റൂം തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ സാറിന് വിഷമമായോ? ഏയ്, തന്റെ അച്ഛൻ ന്യായമായ ഒരു കാര്യത്തിനല്ലേ ആ റൂം തുറക്കണമെന്ന് പറഞ്ഞത്. ആ ബില്ല് കാറ്റടിച്ച് പുറത്തേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ സാർ ആ റൂം തുറക്കുമായിരുന്നോ? ഉറപ്പായിട്ടും തുറക്കുമായിരുന്നു. താൻ എന്താടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഒന്നുമില്ല സാർ. എടോ, എനിക്ക് തന്നോടും തന്റെ വീട്ടുകാരോടും ഒന്നും ഒളിച്ചു വെക്കാൻ താല്പര്യം ഇല്ല. ഞാനിത് ഇതിനു മുമ്പും തന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ താൻ ചോദിക്കും, എന്റെ യഥാർത്ഥ അമ്മയെക്കുറിച്ച് ഞാൻ മറച്ചു വെച്ചതല്ലേ എന്ന്. സാറെന്ന് ശ്രീലക്ഷ്മി വിളിക്കുമ്പോൾ സങ്കടമായിട്ട് രവി പറയാണ്, അത് എനിക്ക് യഥാർത്ഥ എന്റെ അമ്മയും അച്ഛനെയും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. സാർ ഇപ്പോ ആ വിഷയം എടുത്തിടണ്ട. സാർ ആ കാര്യം എന്നോട് പറഞ്ഞതല്ലേ, എനിക്കത് ബോധ്യമാവുകയും ചെയ്തു. അപ്പൊ ശരി ശ്രീലക്ഷ്മി, നാളെ നമുക്ക് മൈലാഞ്ചി കല്യാണത്തിന് കാണാം. ആ പിന്നെ നാളെ ഞാൻ വരുമ്പോൾ തനിക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. എന്താ സാർ, കാറാണോ? ഇപ്പത്തെ പോലെ എന്ന് ശ്രീലക്ഷ്മി ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ചെയർമാൻ പറയുകയാണ്, കാറൊന്നും തനിക്ക് പിടിക്കില്ലല്ലോ, അപ്പോൾ ചോക്ലേറ്റ് ആയിരിക്കും. തൽക്കാലം അതൊരു സസ്പെൻസ് ആയി ഇരിക്കട്ടെ. സമയം ഒരുപാടായി, താൻ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഒരിക്കലേ സാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? സാന്ദ്ര മാഡം ഇനി സ്ഥിരമായി രാജനന്ദിനി വിലാസത്തിൽ താമസിക്കുമോ? ഏയ്, വിവാഹം കഴിയുന്നത് വരെ എന്നാണ് അമ്മ പറഞ്ഞത്. എന്താണിപ്പോ അങ്ങനെ ഒരു സംശയം? അല്ല, വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. വെറുതെ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് രവിവർമ്മൻ. എന്ന് പറയുമ്പോൾ രവിവർമ്മൻ പറയുകയാണ്, അത് കള്ളം. അല്ല സാർ, നമ്മൾ മനസ്സിൽ ഒരാളെ ആഗ്രഹിച്ചാൽ അത് നഷ്ടപ്പെടുന്നത് താങ്ങാനാകില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ ഉള്ള വേദന നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ആയിരിക്കും. സാന്ദ്ര അത് മനസ്സിലാക്കുമ്പോൾ പ്രശ്നം തീരും. ഞാൻ പറഞ്ഞത് വല്ലതും തനിക്ക് മനസ്സിലായോ? ആ ശരി സാർ. വേറെ സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല സാർ. എങ്കിൽ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. നൈറ്റ് പറഞ്ഞ് ഇരുവരും ഫോൺ വയ്ക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുറ്റത്ത് ടെൻഷനോടെ നടക്കുന്ന സാന്ദ്രയാണ്. ഇടയ്ക്ക് രാജാറാം എത്തുകയാണ്. രാജാറാം പറയുകയാണ്, ഗുഡ് ഈവനിങ് സാന്ദ്ര മാഡം. എന്തു പറ്റി സാന്ദ്ര മാഡത്തിന് ആ സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ? പതുക്കെ എന്ന് പറയുകയാണ് സാന്ദ്ര. ഞാൻ സത്യത്തിൽ രാജാറാം സാറിനെ വിളിച്ചു വരുത്തിയത് എനിക്കുള്ള ചില സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. സംശയങ്ങളോ? എന്തിനെ കുറിച്ച്? വർമ്മൻസ് കുടുംബത്തെ പറ്റിയും ഇവിടെയുള്ള ആളുകളെ കുറിച്ചും. വാട്ട്, അവരെ ഇപ്പോ അതിന് സംശയിക്കാൻ മാത്രം എന്താണ് കാര്യം? മാഡം എന്നും കാണുന്നതല്ലേ അവരെ എല്ലാവരെയും? അത് കാണുന്നവരെ. എന്റെ സംശയം ഞാൻ ഇതുവരെ കാണാത്ത ഒരാളിനെ കുറിച്ചാണ്. കാണാത്ത ആളോ? വാട്ട് യു മീൻ എന്ന് ചോദിക്കുകയാണ് രാജാറാം. ഇല്ല, അതാരായി കാണാത്ത ആള്? വല്ല പ്രേതാത്മാവും ആണോ? പ്രേതമാണോന്നറിയില്ല, ആത്മാവിനെ കുറിച്ചാണ്. സാക്ഷാൽ രാജനന്ദിനിയെ കുറിച്ച് തന്നെ. ഇത് കേട്ടൊന്ന് ഞെട്ടുകയാണ് രാജാറാം. രാജാറാം സാറിന് അറിയോ സത്യത്തിൽ ഈ രാജനന്ദിനി എങ്ങനെയാണ് മരിച്ചതെന്ന്? സാർ തുറന്നു പറയണം. രാജനന്ദിനിയുടെ മരണത്തിൽ ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും പങ്കുണ്ടോ? ആർക്കെങ്കിലും പങ്കുണ്ടോ? എങ്കിൽ ആർക്കാണ് ആ പങ്ക്? ഗായത്രി അമ്മയ്ക്കോ രവിവർമ്മൻ സാറിനോ? സംശയഭാവം മാറി പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് രാജാറാം പറയുകയാണ്, മാഡം മാഡം പ്ലീസ്, മാഡം എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത്? രാജനന്ദിനി മരണം, സംശയം, പങ്ക്, രവിവർമ്മൻ സാറ്. രാജാറാം സാർ ഷുവർ. രാജനന്ദിനിയുടെ മരണത്തിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് ഷുവർ ആണ്. എനിക്കത് അറിയണം ഇന്ന് തന്നെ. മാഡത്തിന് ആരോ എന്തൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തോന്നുന്നു. എങ്കിൽ നേരം ഇരുട്ടിയപ്പോൾ എന്നെ ഇവിടെ വിളിച്ചു വരുത്തി ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഭ്രാന്താണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് രാജാറാം സാർ. പക്ഷെ അനുഭവങ്ങൾ വന്നപ്പോഴാണ് ഓരോരോ സംശയങ്ങൾ ബലപ്പെടുന്നത്. എന്തനുഭവം? മാഡത്തിനിപ്പോ ഇങ്ങനെ തോന്നാൻ മാത്രം എന്താണ് ഉണ്ടായതെന്ന് പറയൂ. അത് ഇന്ന് പകൽ നേരത്തെ എന്ന് പറഞ്ഞിട്ട് ശ്രീലക്ഷ്മിയുമായി ഉണ്ടായ സംശയ കാര്യങ്ങളൊക്കെ പറയുകയാണ് സാന്ദ്ര. ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് രാജാറാം. ദേഷ്യപ്പെട്ട് സാന്ദ്ര ചോദിക്കുകയാണ്, രാജാറാം സാർ, ആർ യു ലാഫിംഗ് അറ്റ് മീ? ഇന്നല്ലാതെ പറ. എന്നിട്ട് ബാക്കി പറയൂ. എന്നിട്ടൊന്നുമില്ല, ഞാൻ നിർത്തി. സാറിനെ ഇവിടെ വിളിച്ചു വരുത്തിയതിന് സോറി. ഇറ്റ്സ് ഓക്കെ സാന്ദ്ര മാഡം. എന്തായാലും ശ്രീലക്ഷ്മി മാഡം ഒരു മഹാബുദ്ധിമതിയാണെന്ന് ഇതിനോടും തെളിഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. മാഡത്തിന്റെ ചെയ്തികൾ വെച്ച് നോക്കുമ്പോൾ ഒരടി അങ്ങോട്ട് തരണമെന്ന് ശ്രീലക്ഷ്മി മാഡത്തിന് തോന്നിക്കാണും. രവിശ്രീ പ്രണയത്തിനും വിവാഹത്തിനും എതിരല്ലേ? അടി ഒരിക്കലും നേരിട്ട് തരാൻ പറ്റാത്തത് കൊണ്ട് എങ്ങോ മരിച്ചുപോയ രാജനന്ദിനി മാഡത്തിന്റെ ലേബലിൽ അതങ്ങ് പൊട്ടിച്ചു. അത്ര തന്നെ. ഇതൊക്കെ കേട്ടിട്ടും വിശ്വാസമാകാതെ ആശങ്കയോടെ നിൽക്കുകയാണ് സാന്ദ്ര.
മാഡത്തിന് കൺഫ്യൂഷൻ ആയെങ്കിൽ മനസ്സിലാകാൻ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു തരാം. മോണോ ആക്ട്. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ മാഡത്തിനിട്ട് ഒരെണ്ണം പൊട്ടിക്കാൻ ശ്രീലക്ഷ്മി മാഡം നല്ല വെടിപ്പായി എഴുതിയ വൺ ആക്ട് പ്ലേ. മുല്ലച്ചെടി എറിയുന്ന സിറ്റുവേഷൻ മാഡം തന്നെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ശ്രീലക്ഷ്മി മാഡം തിരിച്ച് നന്നായിട്ട് അങ്ങ് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു. എന്തായാലും ശ്രീലക്ഷ്മി മാഡം വലിയൊരു നമ്പർ ഇട്ടു എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. എന്ന് പറഞ്ഞാൽ അവൾ എന്നെ തല്ലാൻ വേണ്ടി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ് ഇതൊക്കെ എന്നാണോ രാജാറാം പറയുന്നത്? ആഹാ, ഇത്രയും ബുദ്ധിരാക്ഷസിയായ സാന്ദ്ര മാഡത്തിന് ഇനിയും സംശയമോ? ഇതിൽ തന്നെ ആലോചിച്ചു നോക്ക്. വിദേശ രാജ്യങ്ങളിൽ പോയി ഹയർ സ്റ്റഡീസ് നടത്തിയ ജർമ്മൻ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് പറയുവാണ് പ്രേതാത്മാവ് തല്ലിയെന്നും കഴുത്തിൽ പിടിച്ച് വലിച്ചെറിഞ്ഞുവെന്നും. സത്യം പറഞ്ഞാൽ ശ്രീലക്ഷ്മി മാഡത്തിന് തോന്നിയ ഈ ബുദ്ധി എനിക്ക് പണ്ടേ തോന്നിയിരുന്നെങ്കിൽ തിരിച്ചുപോയ പലരെയും പുനർജനിപ്പിച്ചേനെ ഞാൻ. ദേഷ്യമുള്ള ആളുകളെയൊക്കെ പഞ്ഞിക്കിട്ടിട്ട് ദേഹത്ത് ആത്മാവ് കയറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പരിഹസിക്കേണ്ട രാജാറാം സാർ. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. വെറും മിസ്റ്റേക്ക് അല്ല, വിഡ്ഢിത്തം, റിയൽ സ്റ്റുപ്പിഡിറ്റി. എങ്കിലും മാഡം ആത്മാവ്, പിശാച്, പ്രേതം, കൊട്ടേഷൻ എന്നൊക്കെ ഉള്ളത് വിടണം പ്ലീസ്. അങ്ങനെ മരിച്ച ആൾക്കാർക്കൊന്നും വേറൊരു ദേഹത്ത് പ്രത്യേകം കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരിട്ട് കണ്ടതോ? പറഞ്ഞില്ലേ, അത് ശ്രീലക്ഷ്മി മാഡത്തിന്റെ അഭിനയം. അതല്ല, രാജനന്ദിനി മാഡത്തിന്റെ ആത്മാവ് ശ്രീലക്ഷ്മി മാഡത്തിന്റെ ദേഹത്ത് കയറിയെന്ന് ഇരിക്കട്ടെ. അപ്പൊ പിന്നെ ശ്രീലക്ഷ്മി മാഡത്തിന്റെ ആത്മാവ് എങ്ങോട്ട് പോയി? രാജാറാം പറഞ്ഞത് കേട്ട് ചിന്തിച്ചു നിൽക്കുകയാണ് സാന്ദ്ര. ഓക്കെ, താങ്ക് യു.